നമസ്കാരം, ദിസ് ഇസ് തസ്ലീന. നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ കോണ്ടാക്ട് ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. ഒരു 1000 പേരെങ്കിലും ചുരുങ്ങിയത് നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് എത്ര പേരുണ്ടെന്ന് നോക്കുക. ഇൻസ്റ്റഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടെന്ന് നോക്കുക. ധാരാളം ഉണ്ടായിരിക്കും അല്ലേ? എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊരു ഇഷ്യൂ വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? നിങ്ങൾ കരഞ്ഞു തകർന്ന് റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുകയോ വീട്ടിലുള്ളവരുമായിട്ട് അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യാതെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിനോട് തുറന്നു പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് വലിയൊരു അസറ്റാണ്. പണ്ട് പഠിച്ചു പോയ ആളുകൾ ഇപ്പോഴും കോണ്ടാക്ട് ലിസ്റ്റിലുണ്ട്, ഗ്രൂപ്പുകളിലുണ്ട്, ആക്റ്റീവ് അല്ലെങ്കിൽ കൂടെ. പക്ഷെ നമുക്കൊരു ഇഷ്യൂ വരുന്ന സമയത്ത് നമ്മുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാനോ ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ നമ്മളെ കേൾക്കാനോ ഒരു ക്വസ്റ്റ്യനിങ്ങും കൂടാതെ തന്നെ നമ്മളോട് നമ്മളെ ആശ്വസിപ്പിക്കാനോ സത്യത്തിൽ നമുക്ക് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ യു ആർ ബ്ലെസ്ഡ്. നമ്മൾ ഒറ്റപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ചുറ്റിലും ആരുമില്ല എന്നുള്ളതല്ല, പക്ഷെ ഇമോഷണൽ കണക്ഷൻസ് ആരുമായിട്ടും നമുക്കില്ല എന്നാണ് അർത്ഥം. എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. നമുക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട്, എത്ര ഫോളോവേഴ്സ് ഉണ്ട്, എത്ര കോണ്ടാക്ട് നമ്പേഴ്സ് നമ്മുടെ ഫോണിലുണ്ട് എന്നുള്ളതിന് പകരം എത്ര ക്വാളിറ്റി ഫ്രണ്ട്സ് ഉണ്ട്, എത്ര ക്വാളിറ്റി ആയിട്ടുള്ള ഫോളോവേഴ്സ് ഉണ്ട്. ആൻഡ് ദാറ്റ് ക്വാളിറ്റി ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നവരായിരിക്കണം. ജഡ്ജ്മെന്റോട് കൂടെ അല്ലാതെ നിങ്ങളെ വിലയിരുത്താനും നിങ്ങളെ നിങ്ങളായിട്ട് കാണാനും കഴിവുള്ള ആളുകളായിരിക്കണം. ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ട്രൂ കണക്ഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും നമ്മളെ മെസ്സേജ് ചെയ്ത് നമ്മൾ കഴിച്ചോ കിടന്നോ എന്നൊന്നും അന്വേഷിക്കുന്നതല്ല. അതേ സ്ഥാനത്ത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഈ ഒരു ടെക്നോളജി യുഗത്തിലും ഇത്രയും ഫ്രണ്ട്സും ഫോളോവേഴ്സും ഒക്കെ നിങ്ങളുടെ മൊബൈലിലൂടെ നിങ്ങൾക്ക് കണക്റ്റഡ് ആണെങ്കിലും നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്തേക്കൊന്ന് ഇറങ്ങുക. ഫോണൊന്ന് മാറ്റി വെച്ച് സോഷ്യൽ ലൈഫിലേക്ക് ഒന്ന് ഇറങ്ങിത്തിരിക്കുക. അവിടെ നമ്മളെ കാണാൻ തയ്യാറായിട്ടുള്ള, നമ്മളെ കേൾക്കാൻ തയ്യാറായിട്ടുള്ള ട്രൂ കണക്ഷൻസിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. എത്ര ഫ്രണ്ട്സ് ഉണ്ട്, എത്ര ഫോളോവേഴ്സ് ഉണ്ട്, എത്ര കണക്ഷൻസ് ഉണ്ട് എന്നുള്ളത് ഒരിക്കലും നമ്മളുടെ റിലേഷൻഷിപ്പിനെയോ നമ്മുടെ ഇമോഷൻസിനെയോ ഒരു തരത്തിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കില്ല. അതേസമയം എത്ര ക്വാളിറ്റി ഫ്രണ്ട്സ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ എപ്പോഴും നമ്പർ ഓഫ് ഫ്രണ്ട്സിന്റെ എണ്ണം കൂട്ടുന്നതിന് പകരം ക്വാളിറ്റി ഉള്ള ഒന്നോ രണ്ടോ പേരെങ്കിലും കൂടെ കൂട്ടും. മറ്റൊന്നിനുമല്ല, പരസ്പരം സഹായിക്കാനും പരസ്പരം കേൾക്കാനും മനസ്സിലാക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഒന്നോ രണ്ടോ പേര് എപ്പോഴും നമുക്ക് അത്യാവശ്യമാണ്. താങ്ക് യു.